ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് പുറത്തൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലവണ്ണം തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഓർഡർ കിട്ടുന്നതായിരിക്കും. അത്രയ്ക്കും നല്ല ടേസ്റ്റും ഉണ്ട്. ഞാനിതിങ്ങനെ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ ബ്ലാക്ക് ഫോറസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അത് ഒരു കപ്പിലോട്ട്, ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റുള്ള കപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം അതിലോട്ട് ഇതേപോലെ വേറൊരു സ്പൂൺ എടുത്ത് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ ഇങ്ങനെ കുത്തി നിറക്കാതെ ഇതേപോലെ ഇട്ട് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ വടിച്ചെടുത്തിട്ടുള്ള കൊക്കോ പൗഡറാണ് കേട്ടോ ഇട്ടത്. എന്നിട്ട് അതിന് ശേഷം മൈദ ഇങ്ങനെ ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കറക്റ്റ് ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വെട്ടേണ്ട ചെറിയ തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് വീണ്ടും അരിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2-3 വട്ടമായിട്ട് അരിച്ചെടുക്കുക. അതല്ലെങ്കിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്താലാണ് നമ്മളെ കേക്കിൻ്റെ ഈ മിക്സിൽ എല്ലാ ഭാഗവും ഒരേപോലെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മടിയൊട്ടും കാണിക്കരുത്. അപ്പോൾ ഇതാ ഞാൻ ഈ കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള മുട്ട എടുക്കണം. അപ്പോൾ 4 മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. അതിലോട്ട് 1.5 ടീസ്പൂണോളം വനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 4 ചെറിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 3 എണ്ണം മതിയാവും. ഇതൊരു 1 kg കേക്കിൻ്റെ മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മുട്ട ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ നമ്മൾ കൊക്കോ പൗഡറിന് ചെറിയൊരു കയ്പുണ്ടാവും. അപ്പോൾ ആ ഒരു കയ്പും കൂടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതിൽ ചെറിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഡയറക്റ്റ് ഇത് സമയത്തൊന്ന് ചേർത്ത് കൊടുത്താലും മതി, കുറേശ്ശെയായിട്ട്. അതല്ല വലിയ തരിയാണെങ്കിൽ ഇതേപോലെ പൊടിച്ചിട്ടാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലൊരു ക്രീം പരുവത്തിലാകുന്നവരെ ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മളെ എഗ് മിക്സ് ഇവിടെ നല്ലതായിട്ട് തന്നെ ക്രീമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ചെടുത്താലും മതി. അപ്പോൾ ഇതാ ഈ ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ കൊക്കോ പൗഡർ എടുത്ത് ആ സെയിം ടേബിൾ സ്പൂണിൽ തന്നെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേ ടൈം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഈ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദ ഇതിലോട്ട്, മൈദയും കൊക്കോ പൗഡറായിട്ടുള്ള മിക്സ് ഇതിലോട്ട് കുറേശ്ശെയായിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ പതിയെ വേണം ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫാസ്റ്റിലൊന്നും ചെയ്യരുത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് പതിയെ പതിയായിട്ട് ഇങ്ങനെ ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മളെ ആ മൈദയുടെ മിക്സ് 3 തവണയായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കണം. നല്ല ശക്തിയിലോ നല്ല ഫാസ്റ്റിലോ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുട്ട പതഞ്ഞ് ആ ഒരു പതയൊക്കെ പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫാസ്റ്റിലാക്കിയിട്ടൊന്നും ചെയ്യരുത്. ഞാനിപ്പോൾ ഈ വീഡിയോ കുറച്ചൊന്ന് ഫാസ്റ്റാക്കിയിട്ട് കാണിക്കുന്നുള്ളൂ. ഞാൻ പതിയെയാണ് ഇതൊക്കെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ ലാസ്റ്റിലത്തെ കൊക്കോ പൗഡറും കൂടെ ഇതിലോട്ട്, കൊക്കോ പൗഡർ മൈദയായിട്ടുള്ള ഒരു മിക്സും ലാസ്റ്റിലത്തും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ
കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഓയിൽ തടവിയ പാത്രത്തിലോട്ട് ഞാൻ കുറച്ചൊരു ബട്ടർ പേപ്പർ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സൈഡിലായിട്ടും ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഈസിയിൽ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളടുത്ത് ടിന്നില്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിലോ അതല്ലെങ്കിൽ കുക്കറിലൊക്കെ ഈ ഒരു സെയിം ബാറ്റർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഞാനൊരു പാത്രത്തിലോട്ട് ഒരു തട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മുന്നേ ഇതിങ്ങനെ ചൂടാക്കി എടുത്തിട്ടാണ് നമ്മൾ ഓവനൊക്കെ പ്രീ ഹീറ്റ് ചെയ്യില്ല, അതേപോലെ അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ടിന്ന് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊരു 30 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധവും കൂടിയും പറ്റിയിട്ടുണ്ട്. ഈ ഒരു മൂടി ഈ അടപ്പിന് ചെറിയായിട്ടൊരു സ്ക്രൂ പോലെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് നമ്മളെ കേക്കിലോട്ട് കേക്ക് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്ന സമയത്ത് ആ കേക്കിലോട്ട് നന്നായിട്ട് തന്നെ വന്ന് അപ്പോൾ ആ റൗണ്ട് നമ്മൾ ആ കേക്കിൻ്റെ നടുഭാഗം റൗണ്ടായിട്ട് തന്നെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ സ്ക്രൂവിൻ്റെ ആ ഭാഗം അവിടെ കൊണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അല്ലെങ്കിൽ നമ്മൾ കേക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കേക്കിന് മോശമൊന്നുമില്ല, ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഞാൻ 30 മിനിറ്റിന് ശേഷം ടൂത്ത് പിക്ക് കൊണ്ട് കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇത് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റും കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ഇപ്പോൾ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ടൂത്ത് പിക്ക് കൊണ്ട് ഒന്നും കൂടെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ നടുഭാഗം കണ്ടില്ലേ, അത് നമ്മളെ അടപ്പിൻ്റെ ആ ഭാഗം കൊണ്ടതുകൊണ്ട് മാത്രം അങ്ങനെ ആയതാണ്. അതല്ലെങ്കിൽ നല്ല കറക്റ്റ് പെർഫെക്റ്റ് തന്നെ കിട്ടുമായിരുന്നു. അപ്പോൾ ഞാനിതൊരു ചൂടോട് കൂടി തന്നെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ടിന്നിൽ തന്നെ വെക്കുകയാണെങ്കിൽ നമ്മൾ കേക്കിനൊരു സൈഡൊക്കെ നല്ലൊരു ഉറപ്പ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മാറ്റിയത്. നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഇങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കേക്ക് തന്നെയാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കേക്ക് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തണുക്കണം. അപ്പോൾ ചൂടോടെ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ വെച്ച് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ മുകൾ ഭാഗത്തെ പൊങ്ങിയ ഭാഗങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവിടെ എവിടെയായിട്ട് പൊങ്ങി നിൽക്കില്ലേ, അപ്പോൾ അത് നമ്മളെ കേക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടി മുകൾ ഭാഗത്ത് കുറച്ച് ഞാൻ ഇതേപോലെ കത്തി കൊണ്ടൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കത്തി വെച്ച് സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലുള്ളൊരു നൂലെടുത്ത് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കത്തി കൊണ്ട് ചെയ്തിട്ട് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ കേക്ക് ഒരു 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒരു ലെയർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലെയറും നമുക്ക് അതേപോലെ തന്നെ കത്തി കൊണ്ട് സൈഡൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ആ ഒരു അടയാളത്തിൽ തന്നെ നൂല് വെച്ച് ഇതേപോലെ ഒന്ന് വലിച്ചു പിടിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മൂന്നാമത്തെ ലെയറും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് 3 ലെയറായിട്ട് ഇവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലാതെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് അവിടെ എവിടെയായിട്ട് പൊട്ടിക്കിടക്കും. നമുക്ക് കേക്ക് ഒന്ന് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രീം എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. 1.25 കപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഭാഗത്ത് ഏത് വിപ്പിംഗ് ക്രീമാണ് കിട്ടുന്നത് അപ്പോൾ അതെടുക്കുക. അപ്പോൾ ഫിയോണ, വിവോ, റിച്ചിൻ്റെ ഗോൾഡ് അതൊക്കെ നല്ല ടേസ്റ്റുള്ള ക്രീം തന്നെയാണ്. അപ്പോൾ അതിൽ നിങ്ങളെ ഭാഗത്ത് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഫിയോണ ക്രീം പെട്ടെന്ന് തന്നെ ബീറ്റ് ആയി വരികയും ചെയ്യും. അതേപോലെ നല്ലൊരു ടേസ്റ്റുള്ളൊരു ക്രീമുമാണ്. അപ്പോൾ ഇത് മധുരം കുറച്ചും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേ പാത്രത്തിൽ നിന്ന് ഇതേപോലെ വിട്ടു വരാത്ത രീതിയിലായാൽ നമ്മൾ ക്രീം വിപ്പ എന്നാണ്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു കേക്ക് ബോർഡ് എടുത്ത് വെക്കാം. അതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ക്രീം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് ഇതിൽ തന്നെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കേക്ക് ബോർഡിൽ നിന്ന് തെന്നിപ്പോകും.
അപ്പോൾ ഞാൻ നമ്മളെ കേക്കിൻ്റെ കട്ട് ചെയ്ത് വെച്ച മുകൾ ഭാഗത്തെ പീസാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുത്താണ്. അതിലോട്ട് 1/2 ടീസ്പൂൺ കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തെടുത്താണ്. ഇത് നന്നായി തണുത്തതിന് ശേഷം വേണം നമ്മൾ കേക്കിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നല്ല തിക്കി തന്നെയാണ് ക്രീം എടുത്ത് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ക്രീം തേച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുന്നില്ല, അതിന് പകരമായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്തതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നടുവിലത്തായ കേക്കിൻ്റെ ലെയർ ഒന്ന് വെച്ച് കൊടുത്ത് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഷുഗർ സിറപ്പ് എല്ലായിടത്തും ആയിക്കൊടുക്കുക. ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രീം വീണ്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം സ്പ്രെഡ് ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലോട്ടായിട്ട് വീണ്ടും അണ്ടിപ്പരിപ്പ് കൂടെ അതേപോലെ ചെറുതായി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ലാസ്റ്റ് ലെയറിലുള്ള കേക്കും കൂടെ വെച്ച് കൊടുത്ത് ഒന്ന് വീണ്ടും ഷുഗർ സിറപ്പ് നല്ല അടുത്തെത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ക്രീം വീണ്ടും ഇതിൻ്റെ മുകളിലോട്ടായിട്ട് തേച്ച് നമ്മൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈ ക്രീം ആക്കിയെടുക്കണം. അപ്പം നമ്മളിപ്പോൾ ക്രം കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടവും കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം കേക്ക് ഈ ഒരു ക്രീം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിടവും ബാക്കിയാവാൻ പാടില്ല. അപ്പോൾ അത് കറക്റ്റ് നോക്കി ചെയ്യണം. അപ്പോൾ ക്രം കോട്ടിങ് ശരിക്കും ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് തന്നെ ക്രീം എല്ലായിടത്തും ഇതേപോലെ സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ഇങ്ങനെ ക്രീം ആക്കി കൊടുക്കാം. അപ്പോൾ ക്രീം എല്ലായിടത്തും ആക്കിയതിന് ശേഷം ഇതേപോലത്തെ കാർഡ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാർഡ് ഇല്ലെങ്കിൽ നിങ്ങളടുത്ത് എക്സ്റേ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കൈക്ക് നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു കാർഡ് ഉണ്ടായാൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ച് ചെയ്താലും മതി. അപ്പോൾ ആദ്യം സൈഡ് നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കാം. അതിനുശേഷം മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് സാവധാനം ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ ലെവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാർഡ് ഇടയ്ക്കിടയ്ക്കൊന്ന് തുടച്ച് കൊടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ ക്രം കോട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. രാവിലെയൊക്കെയാണ് ഓർഡറെങ്കിൽ രാത്രി ഇത് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മളെ കേക്കിന്. അതിന് ശേഷം ഞാൻ 2 മണിക്കൂറിന് ശേഷം എടുത്താണിത്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് ക്രീം നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുള്ള ഇത് ലാസ്റ്റിലത്തെ ക്രീം സ്പ്രെഡിങ് ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ എല്ലായിടത്തും ക്രീം നന്നായിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കാർഡ് കൊണ്ട് വീണ്ടും സൈഡൊക്കെ നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കാം. സൈഡൊക്കെ ഇനി നമ്മൾ ചെയ്യുമ്പോൾ പതിയെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, ഫാസ്റ്റ് ചെയ്യരുത്. നമ്മൾ കാർഡ് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കറക്റ്റ് തന്നെ ഇത് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം കാർഡ് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ടൈം പിടിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫാസ്റ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ഒരു പെർഫെക്റ്റ് കിട്ടൂല. അപ്പോൾ ഇതാ നമ്മളെ ഐസിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിൻ്റെ സൈഡിലോട്ടായിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളെ ബോർഡും അതേപോലെ നമ്മളെ ടേൺ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. അതിനുശേഷം നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ഒരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള നോസിൽ വെച്ച് ഇതേപോലെ സൈഡ് ബോർഡറൊക്കെ ഒന്ന് കൊടുക്കാം.
അപ്പോൾ ഡെക്കറേഷനൊക്കെ ഇനി ഓരോരുത്തരുടെ ഐഡിയ പോലെ ചെയ്യാം. ഇനി കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് ഇതേപോലെ ചെറിയ രീതിയിലൊരു ഫ്ലവർ വരച്ചു കൊടുക്കാം. അപ്പോൾ അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കുക. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഞാൻ ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ പേര് എഴുതിയാലും മതി. ചുറ്റുമായിട്ട് ചെറീസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡെക്കറേഷനൊക്കെ ഇതിവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞാനിതൊരു ഓർഡർ കേക്കാണ്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കട്ടിങ് വീഡിയോ അല്ല ഫോട്ടോസോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണിത്. നല്ല യമ്മി ആയിട്ടുള്ള അതേപോലെ ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്